വരന്റെയും വധുവിന്റെയും വാഹനം മാൻഷനിൽ നിന്നും പുറത്തേക്ക് പുറപ്പെട്ടതിന് പിന്നാലെ ആദത്തിന്റെ മെഴ്സിഡീസ് ബ്ലാക്ക് ബെൻസും പിന്നാലെ പാഞ്ഞു. പള്ളിയിലേക്കുള്ള റോഡിലേക്ക് നവവധുക്കളുടെ കാർ തിരിഞ്ഞതും പിന്നാലെ വന്ന ആദത്തിന്റെ കാർ നേരെയുള്ള റോഡിലൂടെ തന്നെ പോയി. അത് ശ്രദ്ധിച്ച ജിയ സംശയത്തോടെ ചുറ്റും നോക്കി പരിഭ്രമത്തോടുകൂടി ആദത്തിനോടായി പറഞ്ഞു, ഇച്ഛയ റൈറ്റിലോട്ടല്ലേ പോവേണ്ടത്, നമുക്ക് വഴി തെറ്റി. കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ട് പുറകോട്ട് വെപ്രാളത്തോടുകൂടി നോക്കുന്ന ജിയയെ നോക്കി ആദം മന്ദഹസിച്ചു. ഒന്നും മിണ്ടാതെ നേരെ നോക്കി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആദത്തിന്റെ ചെറുപുഞ്ചിരിയിൽ ജിയയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഉളവായി. ഇച്ഛയ, സത്യം പറ, നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? കെട്ടിനുള്ള സമയം അടുത്ത് വരുക. നമ്മൾ ചെന്നില്ലെങ്കിൽ പിന്നെ അത് മതി. ഇച്ഛയൻ ആലീസിന്റെ സ്വഭാവം അറിയാത്തത് കൊണ്ടാ. ബ്രൈഡ് മെയ്ഡായിട്ട് ഞാൻ തന്നെ വേണമെന്ന് ഒരാഴ്ച മുന്നേ തന്നെ അവൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നതാ. ഇനി ഞാൻ ചെല്ലാൻ താമസിച്ചാൽ അത് മതി. ഇച്ഛായ, എങ്ങോട്ടാ പോകുന്നേ? പള്ളിയിലേക്ക് പോകുന്നില്ലേ? അവരുടെ കെട്ട് കാണണ്ടേ? ഒന്നുമില്ലേലും ആര്യം നിങ്ങളുടെ ദത്തുപുത്രനല്ലയോ? ജിയ എന്തൊക്കെ പറഞ്ഞിട്ടും ആദം പുഞ്ചിരിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നതല്ലാതെ അവൾക്കൊരു മറുപടി കൊടുക്കുവാൻ അവൻ തയ്യാറായിരുന്നില്ല. അവസാനം അറ്റ കൈ പ്രയോഗം എന്ന പോലെ ജിയ പറഞ്ഞു, മതി. മൗനവ്രതത്തിലെങ്ങാനും ആണോ നിങ്ങൾ? ഇനിയും വാ തുറക്കാതിരുന്ന സത്യമായിട്ട് ഞാനും കുഞ്ഞും ഈ വണ്ടിയിൽ നിന്ന് എടുത്ത് ചാടും. വേണ്ടെന്നുണ്ടെ പറഞ്ഞു. എങ്ങോട്ടാ പോകുന്നേ? റിലാക്സ് ബേബ്, ഒരു സർപ്രൈസ് തരാന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ നീ? എനിക്ക് പറഞ്ഞേക്കാം, ഞാനും എൻ്റെ വൈഫായ നീയും പിന്നെ നമ്മുടെ ഈ കുട്ടി ഏഞ്ചലും കൂടെ ഹണിമൂണിന് പോവുക. വിവാഹം കഴിഞ്ഞിട്ട് സന്തോഷം എന്താണെന്ന് ഇപ്പോഴല്ലേ നമ്മൾ രണ്ടുപേരും അറിയുന്നത്. സോ അതൊന്ന് എൻജോയ് ചെയ്യാന്ന് ഞാനങ്ങ് കരുതി. ഹണിമൂണോ? അതും നമ്മളുടെ കുഞ്ഞുമായിട്ടോ? ഇതെന്തൊക്കെയാ പറയുന്നേ? ദേ, തമാശ പറയാതെ വണ്ടി തിരികെ, നമുക്ക് പള്ളിയിലേക്ക് പോവാം. അവിടെ ആലീസ് എന്നെ അന്വേഷിക്കുന്നുണ്ടാകും. വെറുതെ. ആദത്തിന്റെ വാക്കുകൾ കേട്ട ജിയയ്ക്ക് എന്ത് മറുപടി തന്നെ പറയണമെന്ന് അറിവുണ്ടായിരുന്നില്ല. അവൾ ഭയത്തോടും പരിഭ്രമത്തോടും കൂടി എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. സത്യത്തിൽ ഇപ്പോഴും ജിയയ്ക്ക് ആദത്തിനെ ഭയമാണ്. അത് പുറമേ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും അവനൊന്നരികിൽ വന്ന് നിന്നാലോ അല്ലെങ്കിൽ ബെഡിൽ തനിക്കൊപ്പം വന്ന് കിടന്നാലോ അവളുടെ ഹൃദയം ക്രമാതീതമായി ഇടിക്കുന്നത് അവൾക്ക് അനുഭവപ്പെടാറുണ്ട്. ഇച്ഛയ, നമുക്ക് തിരിച്ചു പോകാം. ഹണിമൂണൊന്നും വേണ്ട ഇച്ഛയ. എനിക്കെന്തോ പഴയ കാര്യങ്ങളൊക്കെ. അത് പറഞ്ഞുകൊണ്ട് ജിയ ഉറങ്ങിക്കിടക്കുന്ന ഐതമോളെ തൻ്റെ മാറോട് അണച്ചു പിടിച്ചുകൊണ്ട് സീറ്റിൽ തലകുനിച്ചിരുന്നു. വിഷമിച്ചിരിക്കുന്ന ജിയയെ കണ്ടതും അവളുടെ വാക്കുകൾ കേട്ടതും അത്രയും നേരമുണ്ടായിരുന്ന ആദത്തിന്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. പെട്ടെന്ന് തന്നെ ആദം വണ്ടി റോഡിന് സൈഡോരമായി നിർത്തിക്കൊണ്ട് ജിയയുടെ മുഖത്തേക്ക് നോക്കി അവൾക്കുള്ള മറുപടി നൽകി. ജിയ, ഈ യാത്ര നമുക്ക് ആവശ്യമാണ്. അത് നമ്മളുടെയും ഐതമോളുടെയും ഭാവിക്ക് വേണ്ടി. എത്രയൊക്കെ നീ ക്ഷമിച്ചെന്ന് പറഞ്ഞാലും എന്നോടുള്ള നിന്റെ അകൽച്ച എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിനക്കൊരു ഗ്യാപ്പ് വേണമെന്ന് കരുതിയേ മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ച് നിന്നോട് സംസാരിക്കാതിരുന്നത്. എന്നാൽ മാൻഷനിലുള്ള മറ്റംഗങ്ങൾക്കൊക്കെ അത് ഫീൽ ചെയ്തു തുടങ്ങി. ആര്യൻ അതിനെപ്പറ്റി എന്നോട് സംസാരിക്കുകയും ചെയ്തു. അപ്പയുടെയും കൊച്ചാപ്പൻ്റെയും പിന്നെ ട്രീസാൻറ്റിയുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് ആര്യൻ ഹണിമൂണിൻ്റെ കാര്യം എന്നോട് അവതരിപ്പിച്ചത്. ആദ്യം ഞാനത് എതിർത്തെങ്കിലും പിന്നീട് അത് ആവശ്യമാണെന്ന് എനിക്കും തോന്നി. പരസ്പരം ഒന്നുകൂടെ അടുത്തിടപഴകാനും മനസ്സിലാക്കാനും ഈ ഗ്യാപ്പ് അതില്ലാതാക്കാനും. എനിക്കറിയാം, ആർക്കും പൊറുക്കാൻ പറ്റിയൊരു തെറ്റല്ല ഞാൻ നിന്നോട് കാണിച്ചത്. എന്നിട്ടും അതെല്ലാം ക്ഷമിച്ചും പുറത്തും ഇത്രയും നാൾ നീ എൻ്റെ കൂടെ തന്നെയുണ്ട്. ആ ഒരു നല്ല മനസ്സിന് എത്രയൊക്കെ കടപ്പെട്ടിരിക്കുന്നെന്ന് എനിക്ക് പറയാനാവില്ല. ഇനി ഒരിക്കലും ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല. ഐ പ്രോമിസ്. നിന്റെ സമ്മതമില്ലാതെ നിന്റെ ദേഹത്ത് പോലും ഞാൻ തൊടില്ല. ദയനീയതയോടുകൂടി പറയുന്ന ആദത്തിന്റെ ഓരോ വാക്കുകളും അവളുടെ മനസ്സിനെ കുളിരണിയിപ്പിച്ചു. അത്രയും നേരമുണ്ടായിരുന്ന ശരീരത്തിന്റെ വിറവൽ എങ്ങോട്ടോ ഓടി മറഞ്ഞതായി അവൾക്ക് അനുഭവപ്പെട്ടു. ഒരു ചെറുപുഞ്ചിരി അവന് സമ്മാനിച്ചുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു തുടങ്ങി.
ഇച്ചായനോട് എനിക്ക് യാതൊരുവിധ ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ല. ഐതമോളോടുള്ള സമീപനം കാണുമ്പോൾ തന്നെ ഞാനത് ആസ്വദിക്കാറുമുണ്ട്. അതൊക്കെ കൊണ്ടാവാം ഞാൻ പോലും അറിയാതെ ഇച്ചായനെ സ്നേഹിച്ചു തുടങ്ങിയത്. എന്നിരുന്നാലും ഇച്ചായനൻ്റെ അരികിലേക്ക് വരുന്ന ഓരോ നിമിഷവും കഴിഞ്ഞുപോയ കാലത്തിൻ്റെ കരിനിഴലുകൾ ഒരു ട്രോമ കണക്കെ എന്നെ ചുറ്റി വരുന്നു. അതൊക്കെയാ ഒരകൽച്ച നമ്മൾക്കിടയിൽ ഉണ്ടാകുന്നത്. അത് കേട്ടിരുന്ന ആദത്തിൻ്റെ മുഖം മങ്ങുന്നതും ഒരു സങ്കടത്തോടെ ജിയെ നോക്കിയിരുന്നു. അവൻ്റെ കുനിഞ്ഞ മുഖം താടിയിൽ പിടിച്ചുയർത്തി ചെറു പുഞ്ചിരിയോടുകൂടി ജിയ പറഞ്ഞു, ഇപ്പം ഞാൻ ഇച്ചായനെ വെറുക്കുന്നില്ല. ഇതൊക്കെ ഒരു വിധിയാണ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച പാതിയാണ് ഞാൻ. പക്ഷേ എന്ത് ചെയ്യാനാ, കണ്ടുമുട്ടിയ സാഹചര്യവും സമയവും മാത്രം തെറ്റിപ്പോയി. ഒരുപക്ഷെ എൻ്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണായിരുന്നെങ്കിൽ നിങ്ങളെ കൊല്ലുമായിരിക്കും. എനിക്കതിന് സാധിക്കില്ല. അതിനുള്ള ധൈര്യവും മനഃശക്തിയൊന്നും എനിക്കില്ല. അറിയാതെ എപ്പോഴൊക്കെയോ നിങ്ങളെൻ്റെ സ്നേഹം പിടിച്ചു പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇച്ചായൻ എവിടേക്ക് വിളിച്ചാലും ഞാൻ കൂടെ വരും. അത് കേട്ട ആദത്തിൻ്റെ മുഖം പുഞ്ചിരിയാൽ വിടർന്നു. ജിയുടെ നെഞ്ചിൽ കിടന്നുറങ്ങുന്ന ഐതമുളുടെ നെറുകിൽ ചുംബിച്ചുകൊണ്ട് മെല്ലെ ജിയെ നോക്കി തൻ്റെ സീറ്റിലേക്ക് നിവർന്നിരുന്ന ആദം കാർ സ്റ്റാർട്ട് ചെയ്ത് ജിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഈ കിസ് കുഞ്ഞിന്റെ അമ്മയ്ക്ക് തരാനും ആഗ്രഹമുണ്ട്. ബട്ട് ആദം ജോൺ സാമുവലിന് ഒറ്റ വാക്കേ ഉള്ളൂ. പറഞ്ഞുകൊണ്ട് തന്നെ ഗിയർ ചേഞ്ച് ചെയ്ത് ആദം കാർ മുന്നോട്ടെടുത്തു. ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ ആദത്തിന്റെ കാർ മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി. തങ്ങളെയും പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ബോഡി ഗാർഡുകളുടെ മുമ്പിൽ വാഹനം നിർത്തിയ ശേഷം ഗാർഡ്സുകളുടെ തലവനായ ഒരുത്തന്റെ മുന്നിലേക്ക് ആദം ചെന്നു നിന്നതും അയാൾ കയ്യിലിരുന്ന ടിക്കറ്റും പാസ്പോർട്ടുകളും ആദത്തിന് കൈമാറി. സർ, പ്രൈവറ്റ് ജെറ്റ് ടെർമിനൽ 6-ലാണ്. ലഗേജസ് ഓൾറെഡി പോയി കഴിഞ്ഞു. ഡെസ്റ്റിനേഷൻ എയർപോർട്ടിൽ നിങ്ങളെ സ്വീകരിക്കാൻ ഗാർഡ്സ് ഓൾറെഡി വെയിറ്റിംഗിലാണ്. പിന്നെ ഹാവ് എ ഗുഡ് ജേർണി സർ. ഗാർഡ് നൽകിയ ടിക്കറ്റും പാസ്പോർട്ടും വാങ്ങിയ ശേഷം ഗാർഡിന്റെ വാക്കുകൾ കേട്ട് പകച്ചു നിൽക്കുന്ന ജിയയിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി തോളിലിട്ടുകൊണ്ട് അവളുടെ കയ്യും പിടിച്ച് അവൻ മെല്ലെ നടന്നു. അപ്പോഴും ഒരു പകപ്പോടെ ജിയ ആദത്തിന് പിന്നാലെ നടന്നു. തന്റെ പ്രൈവറ്റ് ജെറ്റിലേക്ക് കയറിയ ശേഷം ആദത്തിന്റെ എതിർവശത്തായി തന്നെ ജിയയെ അവൻ ഇരുത്തി. എന്നാൽ ഇതേ സമയം അവന്റെ ആ ആഡംബര ജെറ്റിന്റെ ഭംഗി അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ജിയ. പെട്ടെന്നാണ് ജിയ അവനോടായി ചോദിച്ചത്, ഇച്ചായ, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഗസ് ഇറ്റ്. ആദത്തിന്റെ മറുപടിയിൽ ചൂണ്ടുവിരൽ താടിയിൽ മുട്ടിച്ച് കണ്ണുകൾ ഉരുട്ടി ചിന്തിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഫോറിൻ കൺട്രിയിലായിരിക്കും അല്ലേ? ലക്സംബർഗ് ആണോ? അത് പറയാനുള്ള കാരണം അത് കഴിഞ്ഞ ദിവസം ബാൽക്കണിയിൽ വെച്ച് ഇച്ചായൻ ഫോണിലൂടെ ലക്സംബർഗിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. പക്ഷേ എന്തിനാണെന്ന് പറയുന്നത് കേട്ടില്ല. ഇപ്പൊ തോന്നുന്നു ഹണിമൂണിനാണെന്ന്. അത് നമുക്കൊരിക്കലും പോകാം, പക്ഷെ ഇപ്പോഴില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞത് അവിടെ വെച്ച് എനിക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ബട്ട് ഞാനതിങ്ങ് ക്യാൻസൽ ചെയ്തു. അതിന് ശേഷമാണ് നമ്മുടെ ഈ ഹണിമൂൺ പ്ലാനിങ്. അപ്പോഴേക്കും അവരെയും വഹിച്ചുകൊണ്ട് ആ പ്രൈവറ്റ് ജെറ്റ് ഉയരങ്ങളിലേക്ക് കുതിച്ചു. വായു സമ്മർദ്ദം മൂലം ഉറക്കത്തിലായിരുന്ന ഐതമോൾ എഴുന്നേറ്റ് കരച്ചിലാരംഭിച്ചതും തൻ്റെ കയ്യിലിരുന്ന കുഞ്ഞിനെ ആദം ജിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. കാരണം ഐതമോളെ ആദത്തിന് എത്ര ഇഷ്ടമാണെങ്കിലും കൊഞ്ചിക്കുവാനോ കളിപ്പിക്കുവാനോ അവന് വശമുണ്ടായിരുന്നില്ല. കരയുന്ന കുഞ്ഞിനെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന കൺഫ്യൂഷനിലാണ് ഇപ്പോഴും ആശാൻ. യാതൊരുവിധ ദയയുമില്ലാതെ തൻ്റെ കാലിൽ വീണ് ജീവന് വേണ്ടി കേഴുന്ന ശത്രുവിൻ്റെ നെറ്റിയിൽ തന്നെ ബുള്ളറ്റുകൾ ഉതിർക്കുന്ന ആദത്തിന് ഇപ്പോൾ ഐതമോളുടെ ചെറിയ സങ്കടം പോലും സഹിക്കാനാവില്ല. അതിൻ്റെ ഫലമായി തൻ്റെ കുഞ്ഞിൻ്റെ വാക്സിൻ എടുത്ത 2 ഡോക്ടേഴ്സിനെയാണ് ഈ മഹാൻ പരലോകത്തേക്ക് ടിക്കറ്റ് കൊടുത്തു വിട്ടത്. കാരണം കുഞ്ഞു കരഞ്ഞത് തന്നെ. അതൊക്കെ കൊണ്ട് തന്നെ ബാക്കിയുള്ള വാക്സിനേഷനുകൾ എടുത്തത് ജിയാണ്. അതും ആദം മാൻഷനിൽ ഇല്ലാതിരുന്ന സമയങ്ങളിൽ. ഒരു മാഫിയായി കെട്ടിയാലുള്ള ഗതികേടേ. തൻ്റെ കൈകളിലേക്ക് കുഞ്ഞിനെ തന്നപ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ജിയെ ഇതെല്ലാം ഓർത്തെടുത്തു. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാതെ കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റി ചെയ്യാ. ഓ, അമ്മയുടെ മുത്ത് കരയുവാണോ? ഓ, കരയിലേ. അപ്പോഴേക്കും ഒരു ചെറിയ മണിയുള്ള കീ ചെയിനുമായി അവർക്കരികിലേക്ക് ഒരു എയർ ഹോസ്റ്റസ് വന്ന് വിനയത്തോടു കൂടി പറഞ്ഞു, മാം, പ്ലെയിൻ റീച്ച്ഡ് ദ സ്കൈ. നൗ യു ക്യാൻ ബ്രസ്റ്റ് ഫീഡ് ഇഫ് യു വാണ്ട്. ഇഫ് ദ ബേബി സ്റ്റിൽ ഡസൻറ്റ് സ്റ്റോപ്പ് ക്രൈയിങ്, ജസ്റ്റ് ഗീവ് ഹെർ ദീസ് തിങ്സ്. കുഞ്ഞുമണികളാൽ ശബ്ദം കേൾക്കുന്ന ആരെയും ആകർഷിക്കുന്ന ആ മനോഹരമായ കീ ചെയിൻ സന്തോഷപൂർവ്വം ജിയ അവരിൽ നിന്നും വാങ്ങി
ഒരു ചെറു പുഞ്ചിരി സമ്മാനിച്ചു. ആദത്തിന്റെ കണ്ണുകൾ അപ്പോഴും തൻ്റെ സുന്ദരിയായ ഭാര്യയിൽ തന്നെയായിരുന്നു. കോസ്റ്റ് വന്നതും പോയതും ഒന്നും ആദം ശ്രദ്ധിച്ചത് പോലുമില്ല. ഇതേ സമയം തൻ്റെ ഡ്രസ്സിൻ്റെ ഫീഡിംഗ് സ്പോട്ടിലുള്ള സിബ് തുറന്ന് അടുത്തുണ്ടായിരുന്ന കുഞ്ഞിൻ്റെ ബേബി ടവൽ കൊണ്ട് മറച്ച് അതിനുള്ളിലേക്ക് കുഞ്ഞിൻ്റെ തല കടത്തി പാൽ കൊടുക്കുവാൻ ആരംഭിച്ചു. എന്നാൽ അത്രയും നേരം വിടർന്നു നിന്നിരുന്ന ആദത്തിൻ്റെ കണ്ണുകൾ ചുരുങ്ങി. കാണാൻ ആഗ്രഹിച്ച വസ്തു കൺമുന്നിൽ മറഞ്ഞിരിക്കുന്നത് കണ്ടതും അവൻ ആരോടെന്ന കണക്കെ മറ്റെവിടേക്കോ ദൃഷ്ടിയൂന്നിക്കൊണ്ട് പരിഭവത്തോടുകൂടി പറഞ്ഞു, ഇത്ര മറയ്ക്കാൻ എന്തിരിക്കുന്നു? ഞാൻ കാണാത്തതൊന്നുമല്ലല്ലോ. പിന്നെ ഇവിടെ നമ്മളല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. കാണാനുള്ള അവകാശമെങ്കിലും എനിക്ക് തന്നൂടെ? ഫ്ലൈറ്റിന്റെ റൂഫ് ടോപ്പിലേക്ക് നോക്കി പറയുന്ന ആദത്തിനെ കണ്ടതും ജിയയ്ക്ക് പുഞ്ചിരിയാണ് ആദ്യം തോന്നിയത്. എന്നിരുന്നാലും അവൾ അല്പം മസിൽ പിടിച്ചുകൊണ്ട് തന്നെ ആദത്തിനോടായി പറഞ്ഞു, ചായ എനിക്ക് വാക്ക് തന്നിട്ട് അത് തൊടില്ലാന്ന എന്ന് നീ എനിക്ക് തൊടാനുള്ള റൈസ് തരുന്നോ അന്നല്ലാതെ മറ്റൊരർത്ഥത്തിൽ ഒരിക്കലും ഞാൻ നിന്റെ ദേഹത്ത് കൈവയ്ക്കില്ല. അതുവരെ ഈ ബോഡി കാണാനും പാടില്ല എന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് മര്യാദയ്ക്ക് നീ ആ ടവലങ്ങ് എടുത്ത് മാറ്റ്. ഒന്നുമില്ലേലും ആ പാല് കുടിക്കുന്നതിന്റെ തന്തയാടി ഞാൻ. വെറുതെ എന്നെ പഴയ ആദത്തിന്റെ മോഡിലേക്ക് കൊണ്ടുപോകരുത് ചെയ്യാ. അത് നിനക്കത്ര നല്ലതായിരിക്കില്ല. ഷോ, എയർ ഹോസ്റ്റസ് ഒക്കെ അവരുടെ ക്യാബിനിലുണ്ട്. അവരെങ്ങാനും നേരത്തെ വന്നതുപോലെ ഇങ്ങോട്ടെങ്ങാനും വന്ന നാളെക്കേടാകും. അവൾ അല്പം കൊഞ്ചലോടുകൂടി പറഞ്ഞതും അവൻ അവരുടെ ക്യാബിൻ ഭാഗത്തെ സീറ്റ് പ്രൈവസി സ്ക്രീൻ ഓണാക്കി. ഇപ്പോൾ പുറമേ നിന്ന് നോക്കിയാൽ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. അവൻ സീറ്റിലേക്ക് ചാരി കാലിന്മേൽ കാല് കയറ്റി വെച്ച് മന്ദഹാസത്തോടെ ഒരു പുരികമുയർത്തി തൻ്റെ ചൂണ്ടുവിരൽ താടിയിൽ തടവിക്കൊണ്ട് പറഞ്ഞു, ഇനി മാറ്റ്. അവൻ്റെ ഉറച്ച വാക്കുകൾ കേട്ടതും മറുത്തൊന്നും പറയാനാവാതെ അല്പം നാണത്തോടെ ജിയ ടവൽ തൻ്റെ ദേഹത്തു നിന്നും മാറ്റി. അവളുടെ വെളുത്ത ആകർഷണീയമായ മാറിടം കണ്ടതും ആദത്തിൻ്റെ കണ്ണുകൾ വിടർന്നു. എന്നാൽ കുഞ്ഞിച്ചുണ്ടുകൾ കൊണ്ട് വളരെ ആർത്തിയോടെ തൻ്റെ ജീവാംശമകത്താക്കുന്ന ആ കുഞ്ഞു മുഖം കണ്ട ആദത്തിൻ്റെ ഉള്ളിലെ അച്ഛൻ ഉണർന്നു. അത്രയും നേരം കാമത്തോടെ നോക്കിയിരുന്ന കണ്ണുകൾ ഇപ്പോൾ വാത്സല്യത്തിൻ്റെ പൂത്തിരി കത്തിയതുപോലെയായി. അത് ജിയയ്ക്കും തിരിച്ചറിയാൻ സാധിച്ചു. ഗാംഭീര്യത്തോടെ ഇരുന്ന ആദത്തിൻ്റെ മുഖം ഇപ്പോൾ ആശ്ചര്യപ്പെടുന്ന ഒരു കുഞ്ഞിൻ്റെ മുഖം പോലെയാകുവാൻ അധിക നേരമൊന്നും വേണ്ടി വന്നിരുന്നില്ല. ഇത് ജിയയ്ക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. മാൻഷനിൽ വെച്ച് പലപ്പോഴും ആദമുള്ള സമയത്ത് കുഞ്ഞിന് മുലപ്പാൽ നൽകുമ്പോൾ അവൻ ഒരു കുഞ്ഞു കുട്ടി കണക്കി അത്ഭുതത്തോടെ ആ കാഴ്ച കണ്ടു നിൽക്കുകയും കുഞ്ഞിൻ്റെ അരികിലേക്ക് മുട്ടുകുത്തിയിരുന്ന് അവളുടെ കൈകളിലും കാലുകളിലും പിടിച്ച് തടവിക്കൊണ്ട് അവൾ പാല് കുടിച്ചുറങ്ങുന്നത് വരെ നോക്കിയിരിക്കും. എന്നാൽ ഒരിക്കൽ പോലും തന്നെ തെറ്റായ രീതിയിൽ തൊടുവാനോ നോക്കുവാനോ ശ്രമിക്കില്ല. പാല് കുടിച്ചുറങ്ങിയ കുഞ്ഞിനെ സുരക്ഷിതമായി തൻ്റെ കൈകളിൽ നിന്ന് വാങ്ങി തൊട്ടിലിൽ കിടത്തി പുതപ്പിച്ചു കൊടുക്കുന്നതും അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. എന്നാൽ ഇതേ സമയം ആദം താൻ പോലും അറിയാതെ പുറത്തു കയറ്റി വെച്ചിരുന്ന കാൽ താഴേക്ക് ഇറക്കി സീറ്റിൽ നിന്നും താഴേക്ക് മുട്ടിലിരുന്നു കൊണ്ട് ജിയയുടെ അരികിലായി എത്തി. അപ്പോഴും അവൻ്റെ കണ്ണുകൾ ആ കുഞ്ഞു മാലാഖയുടെ കാട്ടിക്കൂട്ടലിൽ തന്നെയായിരുന്നു. പാല് കുടിച്ചുകൊണ്ട് തന്നെ അമ്മയുടെ മാറിടം ആ കുഞ്ഞു കൈകൊണ്ട് നിൽക്കുന്നതും ഇടയ്ക്കിടെ കണ്ണുകൾ തുറന്ന് മുലക്കാമ്പ് കടിച്ചു വലിക്കുന്നതും അവൻ ആകാംക്ഷയോടെ നോക്കിയിരുന്നു. കുഞ്ഞിൻ്റെ പ്രവൃത്തിയുടെ അനന്തരഫലമായി ജിയ മെല്ലെ എരിവ് വലിച്ചു. എന്നാൽ കുഞ്ഞിൻ്റെ കാട്ടിക്കൂട്ടലുകളിൽ മതിമറന്ന് നിന്നിരുന്ന ആദം അപ്പോഴാണ് ജിയയുടെ മുഖത്തേക്ക് നോക്കിയത്. കാര്യം മനസ്സിലായതുപോലെ അവൻ മെല്ലെ മന്ദഹസിച്ചു ജിയയെ തന്നെ നോക്കിയിരുന്നു. ഐതാ, കുറച്ചെങ്കിലും നിന്റെ ഈ അപ്പനും ബാക്കി വെച്ചേക്കണേ. എന്തെങ്കിലും അതൊക്കെ തരുമെന്ന പ്രതീക്ഷയിലാ ഞാൻ. ചായ, അവിടെ പോയിരുന്നേ, കുഞ്ഞുറങ്ങട്ടെ. അവൾ പറഞ്ഞതും അനുസരണയുള്ള കുട്ടി കണക്കി ആദം തൻ്റെ സീറ്റിലേക്ക് കയറിയിരുന്നു. എന്നാൽ ഇത് ശ്രദ്ധിച്ച ജിയയ്ക്ക് അത്ഭുതമാണ് തോന്നിയത്. കുഞ്ഞുറങ്ങുന്നതുവരെ ഒപ്പമിരിക്കുന്ന വ്യക്തിയാണ് ഇപ്പോൾ തൻ്റെ ഒരു വാക്കിൽ സീറ്റിൽ പോയി ഇരിക്കുന്നത്. അത്ഭുതം തന്നെ. എന്നാ ആദം അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതിന് തക്കതായ കാരണം തന്നെ ഉണ്ട്. കുഞ്ഞുറങ്ങാതെ വീണ്ടും കരയുമെന്ന് ഒരു ചെറിയ ഭയം. അതൊരിക്കലും താൻ മൂലം ആകരുതെന്ന് നിർബന്ധവും. അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പാൽ കുടിച്ചുകൊണ്ടിരുന്ന ഐതമോൾ ഉറങ്ങിയിരുന്നു. തൻ്റെ ഇടതുവശത്തെ മുലപ്പാൽ മാത്രം കുടിച്ചുകൊണ്ടിരുന്ന ഐതമോളെ വലതുവശത്തേക്ക് കൂടി കൊടുക്കുവാൻ വേണ്ടി എടുക്കുവാൻ ശ്രമിക്കവെയാണ് കുഞ്ഞുറങ്ങിയ കാര്യം ജിയ ശ്രദ്ധിച്ചത്. അയ്യോ, ഉറങ്ങിയോ ഐതമോളെ?
എണീറ്റ് ഇതാ ഈ വശത്ത് പാല് കൂടെ കുടിച്ചിട്ട് ഉറങ്ങിയാൽ മതി. ഇതാ എനിക്ക്. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ വെപ്രാളത്തോടു കൂടി തട്ടി ഉണർത്തുന്ന ജിയെ നോക്കിയിരിക്കുകയായിരുന്നു ആദം. അപ്പോഴാണ് അവനും ആ കാര്യം ശ്രദ്ധിക്കുന്നത്. ജിയുടെ വലതുവശത്തെ മാറിടത്തിൻ്റെ ഭാഗം നനഞ്ഞിരിക്കുന്നതും പോരാത്തതിന് പതിവിലും വിപരീതമായി അത് അല്പം വികസിച്ചതുമായി കാണപ്പെട്ടു. എന്താന്ന് വെച്ചാൽ ഒരു ഭാഗത്തെ പാല് മാത്രം കുടിച്ചതുകൊണ്ട് മറുഭാഗം പാലിനാൽ വീർത്തു വരികയും തൽഫലമായി ചുരത്തുകയും തുടങ്ങി. ജിയ ഉടനെ തന്നെ ടവൽ കൊണ്ട് അമർത്തിപ്പിടിച്ചെങ്കിലും അത് ചുരത്തിക്കൊണ്ടേയിരുന്നു. ഇച്ചായ, കുഞ്ഞിനെ ഒന്ന് പിടിച്ചേ, ഞാനൊന്ന് റെസ്റ്റ് റൂം വരെ പോയി പാല ഒന്ന് പിഴിഞ്ഞു കളഞ്ഞിട്ട് വരാം. എനിക്ക് വേദനിക്കുന്നു. ഈ കാന്താരി എപ്പോഴും ഇങ്ങനെയാ, എനിക്ക് എപ്പോഴും ഒരു ജോലി ഉണ്ടാക്കി വയ്ക്കും എന്ന് പറഞ്ഞ കുഞ്ഞിനെ ആദത്തിനെ ഏൽപ്പിച്ച് റെസ്റ്റ് റൂമിലേക്ക് പോകുവാൻ തുനിയവെയാണ് പൈലറ്റിന്റെ അലേർട്ട് മെസ്സേജ് സ്പീക്കറിലൂടെ വന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിനാൽ ഫ്ലൈറ്റിന് ഷേക്കിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണെന്ന്. May I have your attention please? Due to the weather conditions, the aircraft will have to descend slightly below the surface. This may cause the aircraft to shake. Please fasten your seat belt until the further notice. സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുവാൻ ശ്രമിക്കവെയാണ് ജിയ അത് ശ്രദ്ധിച്ചത്. അവൾ ദയനീയതയോടെ ആദത്തിന്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അവനൊന്നും പറയാതെ ഇരിക്കുന്നത് കണ്ട്, ചായ എന്താ ചെയ്യാ, ഞാൻ പെട്ടെന്നൊന്ന് പോയിട്ട് വരാം. വേണ്ട, എനിക്ക് റിസ്ക് പിടിക്കാനൊന്നും വയ്യ. നീ ഒന്ന് വീണു പോയാൽ തന്നെ കുഞ്ഞിനെ കൈവച്ചുകൊണ്ട് ഞാൻ എങ്ങനാ? അതുകൊണ്ട് തൽക്കാലം നീ ഒരു ടവൽ കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യ്. അഡ്ജസ്റ്റ് ചെയ്യാനോ? എനിക്ക് വേദനിക്കുന്നുണ്ട് ചായ, അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാ. ഞാൻ വേഗം റെസ്റ്റ് റൂമിൽ വരെ പോയിട്ട് വരാം. എനിക്കിതൊന്നും കളഞ്ഞാൽ മാത്രമേ ഒരു സമാധാനമായിട്ട് ഇരിക്കാൻ പോലും പറ്റുള്ളൂ. പ്ലീസ് ഇച്ചായ, അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തലകുനിച്ച് അവൾ വിതുമ്പി തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ ആദവും കുറച്ചു നേരത്തേക്ക് നിശബ്ദനായി. ടവൽ കൊണ്ട് മാറിടത്തിൽ നെക്കിപ്പിടിച്ച് തലകുനിച്ച് കണ്ണിൽ നിന്നും കണ്ണുനീരു തരുന്നത് കണ്ടതും ആദത്തിൻ്റെ നെഞ്ചിൽ നിന്നും രക്തം പൊടിയുന്നത് പോലെ അവൻ അനുഭവപ്പെട്ടു. തൻ്റെ എതിർഭാഗത്തെ സീറ്റിലിരുന്ന ജിയയുടെ തൊട്ടടുത്ത സീറ്റിലേക്ക് കുഞ്ഞുമായി ആദം മെല്ലെ നീങ്ങിയിരുന്നു. അവളുടെ ചെവിയോരമായി അവൻ പറഞ്ഞു, I can help if you are ready. ആദത്തിന്റെ വാക്കുകൾ കേട്ട ജിയ അവൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായതിനാൽ അത്ഭുതത്തോടുകൂടി തലയുയർത്തി. എന്നാൽ അവൾക്ക് അമിതമായ സ്തനവേദനയും ഉണ്ടായിരുന്നു. ഇത് തുടർന്നാൽ വേദന കഠിനമാവുകയും മുലപ്പാൽ കെട്ടിക്കിടന്നാൽ കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യുമെന്നറിവുള്ള ജിയ മൗനസമ്മതം നൽകിക്കൊണ്ട് വലതുഭാഗത്തുള്ള ഫീഡിംഗ് സിപ്പഴിച്ച് തൻ്റെ പാൽക്കുടം പുറത്തെടുത്തു. ഇനി ഇച്ചിരി 80+ ആണ്. കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം കേൾക്കുക, അല്ലാത്തവർ സ്കിപ്പടിച്ചു പോട്ടെ. ഇനി പറയുന്ന ഭാഗങ്ങൾ ഞങ്ങളിത് വായിച്ചിട്ടുള്ളതാണ്, ഞങ്ങൾക്കിതറിയാമെന്നും പറഞ്ഞ് ആരും വരരുത്. കാരണം 2 ഇംഗ്ലീഷ് എഫിൻ്റെ മലയാള തർജിമ മാത്രമാണിത്. ഇത് വായിച്ചിട്ടുള്ളവരോട്ടാകാം, ഞാൻ വായിച്ചിട്ടുണ്ട്, എനിക്കതാണ് ആദ്യമേ ഓർമ്മ വന്നത്. അത് തന്നെ കോപ്പി അടിച്ച് ഇങ്ങോട്ട് വെക്കുന്നത്. അല്ലാണ്ട് എനിക്കിതൊന്നും കിട്ടാനില്ല ഗൈസ്. പ്ലീസ് കോപ്പറേറ്റ് വിത്ത് പി. ഓക്കെ, നമുക്ക് കഥയിലേക്ക് കടക്കാം. ദൈവമേ മിനിച്ചേക്കണേ. ജിയുടെ നഗ്നമായ പാൽക്കുടം കണ്ടതും ആദത്തിന്റെ കണ്ണുകൾ വിടർന്നു. കുഞ്ഞുമുലപ്പാൽ കുടിച്ചപ്പോൾ തോന്നിയിരുന്ന വികാരമായിരുന്നില്ല അവനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ജിയയ്ക്ക് സീറ്റ് ബെൽറ്റ് ഇടുവാൻ നിർദ്ദേശിച്ചുകൊണ്ട് തന്നെ കുഞ്ഞിനെ ബേബി സേഫ് സോണിൽ കിടത്തി. അവൾ ഭദ്രമായി കിടക്കുകയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് ജിയയ്ക്ക് നേരെ ആദം തിരിഞ്ഞത്. അവളുടെ മാർദ്ദവമായ ആ പാൽക്കുടം ഇപ്പോൾ കട്ടിപിടിച്ചിരിക്കുന്നത് ഒരു സ്പർശനത്തിലൂടെ ആദത്തിന് അനുഭവപ്പെട്ടു. അവൻ മെല്ലെ ഇരുകരങ്ങളും കൊണ്ട് കുഞ്ഞിനെ ലാളിക്കുന്നത് പോലെ തഴുകി. ചുണ്ടിൻ്റെയും നാവിൻ്റെയും സ്പർശനം കൊണ്ട് ജിയയെ ഉണർത്തി. അവൻ്റെ ആ പ്രവൃത്തിയിൽ ജിയയിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഇച്ഛായ, വേണ്ട വേണ്ട. ജിയയുടെ ശബ്ദത്തിൻ്റെ ഇടറലിൽ തന്നെ അവൾ മറ്റൊരു ലോകത്താണെന്ന് ആദം തിരിച്ചറിഞ്ഞു. നാവിനാൽ മാറിടത്തെ തഴുകിക്കൊണ്ട് തന്നെ ആദത്തിൻ്റെ കണ്ണുകൾ ജിയയെ തേടിയെത്തി. കണ്ണുകൾ അടച്ച് ശ്വാസമെടുക്കുവാൻ ബുദ്ധിമുട്ടുന്ന ജിയയെ നോക്കി മന്ദഹസിച്ചുകൊണ്ട് അവൻ അവളുടെ മധുരം നുകർന്നു തുടങ്ങി. ജീവിതത്തിൽ ആദ്യമായി അനുഭവിക്കുന്ന ഈ അനുഭൂതിക്ക് എന്ത് പേര് നൽകണമെന്ന് തന്നെ ഇരുവർക്കും അറിവുണ്ടായിരുന്നില്ല. സ്റ്റോപ്പ്, മതി.
കുഞ്ഞു മുലപ്പാൽ കുടിക്കുമ്പോൾ മാതൃസ്നേഹം വിരിയുന്ന മനസ്സിൽ ഇപ്പോൾ ആദത്തിൻ്റെ പ്രവൃത്തി മറ്റെന്തൊക്കെയോ വികാരങ്ങൾ വന്നു നിറയ്ക്കുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടേയിരുന്നു. അവൾ പോലും അറിയാതെ ആദത്തിൻ്റെ മുടികൾക്കിടയിലൂടെ അവളുടെ വിരലുകൾ ഓടി നടന്നു. കണ്ണുകൾ അടച്ചുകൊണ്ട് ആദത്തിൻ്റെ തല ജിയ അവളിലേക്ക് അമർത്തിയതും അവൻ്റെ മുഖം അവളുടെ മാറിടത്തിലായി അമർന്നു. ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയിൽ ഭംഗം വന്നതും വികാരത്തോടൊപ്പം ക്രോധവും ഉയർന്നു. പക്ഷേ ജിയയുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ അവൻ ശാന്തനായി. എന്നാൽ ഇത് തുടർന്നുകൊണ്ടിരുന്നാൽ ശ്വാസം വിലങ്ങി മരിക്കുമെന്നറിവിൽ അവൻ ആ മുലക്കാമ്പിൽ കടിച്ചുകൊണ്ട് തന്നെ അവളുടെ ഇടുപ്പിനെ തൻ്റെ വലം കൈകൊണ്ടമർത്തി. വേണ്ട ജിയ, നിന്നിൽ നിന്ന് വരുന്ന ഓരോ പ്രവൃത്തിയും എന്നെ ഉണർത്തുന്നതിന് തുല്യമായിരിക്കും. സോ സ്റ്റോപ്പ് ഇറ്റ്. വികാരാതീതനായി പറഞ്ഞുകൊണ്ട് തന്നെ ആദം വീണ്ടും അവളുടെ മാറിടത്തിലേക്ക് മുഖമമർത്തി. ആകാശയാത്ര എല്ലാത്തിൻ്റെയും ഒരു തുടക്കം തന്നെയായി മാറിക്കഴിഞ്ഞിരുന്നു. വിവാഹശേഷം പള്ളിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ നവദമ്പതിമാരെ വേണ്ടപ്പെട്ടവരും ക്ഷണിക്കപ്പെട്ട അതിഥികളും ആശംസകളേകി. എന്നാൽ ആലീസിന്റെ മുഖം മാത്രം കടന്നൽ കുത്തിയതുപോലെ ആയിരുന്നു. പുതുപ്പെണ്ണിന്റെ മുഖത്തെന്താ ഒരു കോപമാരിയ? നീ മധുരമൊന്നും കൊടുത്തില്ലായിരുന്നോ? ഇത് കേട്ട ഹാരിസും ആര്യനും സാമൂലും പുഞ്ചിരിക്കുന്നത് ശ്രദ്ധിച്ച ആലീസ് ദേഷ്യത്തോടു കൂടി പറഞ്ഞു, ദേ ട്രീസാമ്മ കളിയാക്കല്ലേ. എന്നാലും നിങ്ങളെല്ലാവരും എന്നെയും ജിയെയും പൊട്ടന്മാരാക്കി കളഞ്ഞില്ലേ? എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഹണിമൂണിന് വിട്ടതൊക്കെ ഓക്കെ, പക്ഷേ അതെന്നോടെങ്കിലും ഒന്ന് പറയായിരുന്നു. അതും പോട്ടെ, അല്ല ഈ കല്യാണം കഴിഞ്ഞിട്ടെങ്കിലും വിട്ടാൽ പോരായിരുന്നു. പാവം ജിയ എന്തോരം ആഗ്രഹിച്ചു കാണും. അത് വീട് ഇങ്ങനെയൊക്കെ പ്ലാൻ ഞങ്ങൾ ചെയ്തെന്നുള്ളത് ശരിയാണ്. ബട്ട് ഇന്ന് തന്നെ ഹണിമൂണിന് പോകണമെന്ന് വാശി പിടിച്ചത് ആദം സാറിൻ്റെ ഐഡിയ ആയിരുന്നു. ഈ കൊച്ചാപ്പൻ സോറി എൻ്റെ അമ്മായിയപ്പന് പോലും അറിവില്ലായിരുന്നു ഇന്ന് അവർ ഹണിമൂണിന് പോകുമെന്നുള്ളത്. ആര്യന്റെ വാക്കുകൾ കേട്ടതും എല്ലാവരും പുഞ്ചിരിച്ചെങ്കിലും ആലീസ് ഒരു ദീർഘനിശ്വാസമെടുത്ത് ആര്യനോടായി വീണ്ടും ചോദിച്ചു, ഓക്കെ, പോകുന്നതോ പറഞ്ഞില്ല, എങ്ങോട്ടാണ് പോയതെങ്കിലും ഒന്ന് പറഞ്ഞൂടെ എൻ്റെ സീറ്റ് ഇച്ചായാ? അത് നീ എപ്പോഴും ഒരു സ്ഥലത്ത് നിന്നെ കൊണ്ടുപോകണമെന്ന് പറയില്ലായിരുന്നോ? അവിടേക്കാണ് പോയത്. അത് കേട്ട ആലീസ് ഒന്ന് ഞെട്ടിയ ശേഷം ആശ്ചര്യത്തോടു കൂടി ചോദിച്ചു, സാമുലപ്പേട തറവാട്ടിലേക്കോ? ആ നിലവറയും കരിനാഗങ്ങളും വിലമതിക്കാനാവാത്ത സ്വത്തുക്കളും ഒളിഞ്ഞിരിക്കുന്ന ആ ഭാർഗവി നിലയത്തിലേക്കോ? ഇത് ശ്രവിച്ച മറ്റുള്ളവരും അന്തം വിട്ട് കണ്ണുമിഴിച്ചു. ആര്യ, എന്തിനാ അവിടേക്ക് അവര് വിട്ടത്? ഇപ്പോ ഇപ്പോ ഇപ്പൊ അവിടെ ആരും തന്നെ താമസമില്ല. വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന തറവാട്ടിൽ അവരെന്തിനാ പോയത്? ഒന്നും പേടിക്കേണ്ട ആവശ്യമേ ഇല്ല സാമൂലപ്പ, അവിടെ എല്ലാം ഓക്കെയാണ്. ഹണിമൂണിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ആദം സാർ സജസ്റ്റ് ചെയ്ത പ്ലേസാണ് തറവാട്. പിന്നെ ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും സാർ അതിൽ നിന്നൊന്നും പിന്മാറിയതേയില്ല. ഒടുവിൽ ഒരു നിർവാഹവും ഇല്ലാതെയാണ് ഞാൻ ജിയയുടെ അച്ഛനെയും അമ്മയെയും വിവരമറിയിക്കുന്നത്. അവർ നാട്ടിൽ തന്നെയാണല്ലോ. ജോലിക്കാരെ നിർത്തി അവിടെയെല്ലാം വൃത്തിയാക്കി വാസയോഗ്യമാക്കിയിട്ടുണ്ട്. പോരാത്തതിന് ജിയയുടെ അച്ഛൻ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു. അവർ തിരിച്ച് മുംബൈയിലേക്ക് പോരുന്നത് വരെ ജിയയ്ക്കൊപ്പം നിന്നോട്ടേന്ന്. ഞാൻ കണ്ണു അടച്ച് ഓക്കെ പറഞ്ഞു. ഒന്നുമില്ലെങ്കിലും ആ തറവാട്ടിൽ അവർ ഒറ്റയ്ക്ക് നിൽക്കണ്ടല്ലോ. അത് കേട്ടതും ഹാരിസ് തലയിൽ കൈയും വെച്ചുകൊണ്ട് ആര്യനെ അടിമുടിയൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു, ആ ബെസ്റ്റ്. എടാ മണ്ട, അവര് പോയത് തീർത്ഥാടനത്തിനല്ല, ഹണിമൂണിനാ. അതിനിടയിലേക്ക് ജിയയുടെ പാരൻസിനെ എന്തിനാടാ ആ തറവാട്ടിലോട്ട് പറഞ്ഞു വിട്ടത്? അവിടെയൊക്കെ ക്ലെയിം ചെയ്തിട്ട് അവരോട് തിരിച്ചു പോകാനല്ലേ പറയേണ്ടിയിരുന്നത്? നിന്നെയൊക്കെ ഒരു കാര്യം ചെയ്, നിങ്ങളുടെ ഹണിമൂണിന് ഞങ്ങൾ കൂടി വരാം. നിങ്ങളുടെ ബെഡിൽ ഞങ്ങളും കിടക്കാം. അപ്പൊ എങ്ങനെ ഇരിക്കും? അത് കേട്ടതും ആലീസ് വാ പൊളിച്ചു നിന്നു. എന്നാൽ അവളെ സമാധാനിപ്പിക്കും വിധം ആര്യൻ ഹാരിസിനോടായി പറഞ്ഞു തുടങ്ങി, എന്റെ പൊന്നു കൊച്ചാപ്പാ, നോക്കി പേടിപ്പിക്കല്ലേ. സോറി അമ്മായിയപ്പാ,
ജിയയുടെ അപ്പൻ ഇങ്ങനെ ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ കണ്ണു അടച്ച് സമ്മതിച്ചത് അതിനൊരു കാരണം ഉള്ളത് കൊണ്ട് തന്നെ. അവര് ഹണിമൂണിന് പോയിരിക്കുന്നതേ അവര് രണ്ടും മാത്രമായിട്ടല്ല, ആ കുഞ്ഞുമായിട്ടല്ലേ. അപ്പൊ അവർക്കൊന്ന് സമയം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഐതമോൾ അതിനൊരു തടസ്സമാവരുത്. പോരാത്തതിന് ജിയയുടെ പാരൻസ് ആണെങ്കിൽ ഐതമോളെ കാണാൻ മുട്ടി നിൽക്കുക. അപ്പൊ അവര് ഐതമോളെ നോക്കിക്കോളും, ഇവരുടെ ഹണിമൂണും ആഘോഷിച്ചോളും. അത് അതിന്റെ വഴിക്ക് നടന്നോളൂ നീ. പിന്നെ ജിയയുടെ അപ്പനോട് ഞാൻ ആ നിലവറയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്കിൾ എനിക്ക് വാക്കും തന്നിട്ടുണ്ട്, ഒരിക്കലും ആദം കുഞ്ഞുമായി നിലവറയുടെ ഭാഗത്തേക്ക് പോകാതെ നോക്കിക്കോളാന്ന്. അത് തന്നെ എനിക്ക് വലിയൊരു ആശ്വാസമാണ്. അതൊക്കെ കൊണ്ട് തന്നെയാ അങ്കിൾ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോഴേ ഞാനത് വിലക്കാണ്ടിരുന്നത്. ഹോ, നിന്റെ ബുദ്ധി വിമാനം തന്നെ. കേട്ടതും ട്രീസ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആദത്തിന്റെ പ്രൈവറ്റ് ജെറ്റ് കേരളത്തിന്റെ മണ്ണിൽ വന്നിറങ്ങി. ജെറ്റിനുള്ളിൽ അവശതയോടെ ജിയ സീറ്റിൽ തളർന്ന് ചാരിക്കിടന്നു. പൂർണ്ണമായ നിർവൃതിയോടെ ആദവും കൂടിയുണ്ടായിരുന്നു. അവൻ സീറ്റിൽ ചാരിക്കിടന്നുകൊണ്ട് മന്ദഹസിക്കുകയും ഒപ്പം അവന്റെ ചുണ്ടിൽ പറ്റിയിരുന്ന പാൽത്തുള്ളികൾ ഒരു കൈയാൽ തുടയ്ക്കുകയും ചെയ്തു. അവൾക്ക് നാണം തോന്നി. മുഖം പൊത്തിയിരുന്ന അവളെ ആദം എടുത്തുയർത്തി. തൻ്റെ കൈകളിൽ പരവശിയായിരിക്കുന്നവളെ കണ്ട് ആദത്തിന്റെ മുഖത്തും പുഞ്ചിരി വിടർന്നു. ഇതുപോലെ എടുത്തോണ്ട് പോകണമെന്നാണ് ആഗ്രഹം, പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ നോട്ടം തെല്ലൊന്ന് താഴേക്കായതും അവിടെ കിടന്നുറങ്ങുന്ന ഐതമോളെ കുറിച്ച് അപ്പോഴാണ് ജിയുടെ ഓർമ്മയിലേക്ക് വന്നത്. അയ്യോ, ഐതമോള് പറഞ്ഞുകൊണ്ട് അവൾ അതിവേഗം ആദത്തിന്റെ കൈകളിൽ നിന്നും താഴേക്കിറങ്ങി. കുഞ്ഞിനെ തൻ്റെ ഇരു കൈകളാലും എടുത്തു പൊതിഞ്ഞു പിടിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആദവും കുടുംബവും ജോൺ സാമുവലിന്റെ തറവാട്ടിലെത്തി. അവരെ സ്വീകരിക്കുവാനായി ജിയുടെ ഫാമിലി ഉമ്മറത്ത് തന്നെ കാത്തു നിന്നിരുന്നു. ജിയുടെ മാതാപിതാക്കൾ ഐതമോളെ കണ്ടയുടൻ അവരുടെ കൈകളിലേക്ക് ഏറ്റുവാങ്ങി. എന്നാൽ ഉമ്മറത്തെ തൂണിനോരമായി ജിയുടെ സഹോദരൻ ആദത്തെ കണ്ട് അല്പം ഭയത്തോടെ നിന്നു. അത് മനസ്സിലാക്കിയ വണ്ണം ആദം അവനരികിലേക്കെത്തി. അവനോട് മാപ്പ് പറയുകയും കുശലാന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു. ആദത്തിന്റെ ഏറ്റുപറച്ചിലും പരിഗണനയും മനസ്സിലാക്കിയതുപോലെ ജിയയുടെ സഹോദരന്റെ ഭയവും പരിഭ്രമവും എല്ലാം അകന്നു. അല്ലെങ്കിലും ജിയയെ ആപത്തിൽ നിന്നും രക്ഷിച്ചു എന്നറിഞ്ഞ സമയം മുതൽ ജിയയുടെ സഹോദരൻ അവന്റെ മനസ്സിലുണ്ടായിരുന്ന വെറുപ്പ് മാറ്റിയിരുന്നു. പക്ഷേ ആ സംഭവം, അതായത് ജിയെ കിട്ടുവാൻ വേണ്ടി ജിയുടെ കുടുംബത്തെ കടത്തിക്കൊണ്ടുവന്ന് ഉപദ്രവിച്ച സംഭവത്തിന് ശേഷം ഇപ്പോഴാണ് ജിയുടെ സഹോദരൻ ആദത്തിനെ കാണുന്നത്. അതിൻ്റേതായ ചെറിയ ഭയവും ഉണ്ടായിരുന്നതിനാലാണ് അവൻ അല്പം മാറി നിന്നത്. ദിവസങ്ങൾ കടന്നുപോയി. മാതാപിതാക്കളെ കണ്ടതിൽ ജിയ അതീവ സന്തോഷത്തിലായിരുന്നു. അതിൻ്റേതായ പരിഗണനകൾ അതൊക്കെ ഒരുക്കി കൊടുത്ത ആദത്തിന് ജിയ നൽകിയിട്ടുമുണ്ടായിരുന്നു. തറവാട്ടിലും ആ ഗ്രാമാന്തരീക്ഷത്തിലും ഇരുവരും ഇണക്കുരുവികളെ പോലെ പാറി നടന്നു. ഐതമോൾ കൂടുതൽ നേരവും ജിയുടെ സഹോദരൻ്റെയും മാതാപിതാക്കളുടെയും കൈകളിൽ തന്നെയാണ്. ജോലിപരമായ യാതൊരുവിധ സ്ട്രെസ്സും തന്നെ ഹാരിസ് ആദത്തിന് കൊടുത്തിരുന്നില്ല. അതിനൊക്കെ കാരണവുമുണ്ട്. അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ, സ്ത്രീകളെ വെറുത്തു നടന്നിരുന്ന ആദത്തിന്റെ മനോഭാവത്തിൽ വന്ന മാറ്റം. അതിനാലൊക്കെ അവർ സന്തോഷിക്കട്ടെ എന്ന് ഹാരിസും കരുതി. ന്യൂലി മാരീഡ് കപ്പിൾ ആയതുകൊണ്ട് ഹാരിസ് ആര്യനെയും ബുദ്ധിമുട്ടിച്ചിരുന്നില്ല. അതൊക്കെ കൊണ്ട് തന്നെ സ്വന്തം കമ്പനിയുടെ മാത്രമല്ല, ട്രീസയുടെയും ആദത്തിൻ്റെയും കമ്പനിയുടെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് പാവം ഹാരിസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ട്രെസ് എത്രമാത്രം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. വേണമെങ്കിൽ ഒരു ചെറിയ ഡെമോ കാണിച്ചു തരാം. AG ഗ്രൂപ്പിൻ്റെ CEO സീറ്റിലിരുന്ന് തിരക്കിട്ട വർക്കിലായിരുന്നു ഹാരിസ്. ഫോൺ കോളുകളുടെ ബഹളം തന്നെയാണ്. അപ്പോഴാണ് നമ്മുടെ പഴയ മാളവിക ഐഫോൺ പിടിച്ചുകൊണ്ട് വരുന്നത്. സർ, ഹെഡ്ജിന്റെ ചെയർമാനാണ് കോൾ ചെയ്യുന്നത്. ഓ, അപ്പോഴേക്ക് മറന്നോ? ട്രീസ ഗ്രൂപ്പുമായി കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വിളിച്ചില്ലേ? ഓ അതോ, ഞാനങ്ങ് മറന്നു. ഹാരിസ് ഫോൺ വാങ്ങാൻ പോകവെയാണ് നമ്മുടെ ആദത്തിന്റെ രണ്ടാമത്തെ പിയായ ജൂലി കയ്യിൽ മറ്റൊരു ഐഫോണുമായി ഓടി വരുന്നത്. സർ, ആദം സാറിന്റെ പാർട്ട്ണർ ലൈനിലുണ്ട്. ഗുഡ്സ് ഡിലേ ആകുമോ എന്ന് ചോദിക്കുന്നു. സാർ ഒന്ന് കറക്റ്റ് ഡേറ്റ് പറയാവോ? എന്റെ പൊന്നു ജൂലി, അത് നീ ഒരു ഡേറ്റ് അങ്ങ് കൊടുക്ക്. അദ്ദേഹം ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല സർ. സാറ് തന്നെ.
അത് കേട്ടതും ഹാരിസ് ഇരുവരുടെയും കൈകളിൽ നിന്ന് ഫോൺ വാങ്ങി മറുപടി പറയുവാൻ തുനിയവെയാണ് ക്യാബിനിലെ ലാൻഡ് ലൈൻ റിംഗ് ചെയ്യുന്നത്. ആവേശത്തോടെ മറ്റു 2 ഫോണുകളും ഒരു കൈകളിലേക്ക് മാറ്റിയ ശേഷം ലാൻഡ് ലൈൻ അറ്റൻഡ് ചെയ്തു. ഹലോ ഹലോ, ഞാൻ ഫിറോസാണ് സംസാരിക്കുന്നത്. ഫിറോസോ? ഏത് ഫിറോസ്? സാർ, ഞാൻ സാറിന്റെ PA, ലണ്ടനിലെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന. ഓ, കാര്യം എന്താടാ, പറയടാ. സാർ, ഇവിടെ ചെറിയൊരു പ്രോബ്ലം. മറുപുറത്തെ വാക്കുകൾ കേട്ട ഹാരിസിന്റെ സകല നിയന്ത്രണവും നഷ്ടമായി. കയ്യിലിരുന്ന മൊബൈൽ ഫോണുകളും ലാൻഡ് ഫോണും വലിച്ചെറിഞ്ഞ് 2 കൈയും കൊണ്ട് മുടി കൊരുത്ത് വലിച്ച് ഒരു ഭ്രാന്തനെ പോലെ അവൻ അലറി. Get out! കണ്ണുകൾ അടച്ചു പറയുന്ന ഹാരിസിനെ കണ്ടതും ചുറ്റും നിന്ന ജൂലിയും മറ്റു PAയും സ്ഥലം വിട്ടു. അത് കണ്ടതും മെല്ലെ കണ്ണുകൾ തുറന്ന ഹാരിസ് ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, എനിക്കിട്ട് 16ന്റെ പണി തന്നിട്ട് എല്ലാം കൂടെ പോയി സുഖിക്കാണ് ദ്രോഹികള്. എല്ലാം കൂടെ അവസാനം കറങ്ങി തിരിഞ്ഞ് മാൻഷനിൽ തന്നെ എത്തുമല്ലോ. വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാത്തിനിട്ടും. ഞാനും ഒന്ന് പോകും സുഖിക്കാൻ. അങ്ങനെ നമ്മുടെ ഹാരിസ് അണ്ണന്റെ ദീനരോധനം നിങ്ങൾ കേട്ടല്ലോ. ഇനി നമുക്ക് മറ്റൊരിടത്തേക്ക് പോകാം. വേറെങ്ങുമല്ല, ആ തറവാട്ടിലോട്ട്. സന്ധ്യ മയങ്ങിയ നേരം തറവാട്ടിലെ കുളപ്പടവിലിരിക്കുകയായിരുന്നു ആദം. അവന്റെ മടിയിലായി സഹധർമ്മിണിയായ ജിയയും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ആദത്തിന്റെ ഇടം കൈ ജിയയുടെ ധാവണി വകഞ്ഞു മാറ്റി നഗ്നമായ വയറിനെ തഴുകിക്കൊണ്ടിരിക്കുന്നു. ഇതേ സമയം അവന്റെ തോളിലൂടെ കൈയിട്ട് അവനെ മുറുകെ പിടിച്ചിരിക്കുന്ന ജിയ കാര്യമായ മറ്റെന്തോ ചിന്തയിലായിരുന്നു. കുളത്തിലിരിക്കെ വെള്ളത്തിന്റെ ഓളങ്ങളിൽ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിലും അവളുടെ ചിന്ത ഇവിടെയൊന്നുമല്ല എന്ന് അവന് മനസ്സിലായി. അവളെ സ്വബോധത്തിൽ എത്തിക്കുവാൻ അവൻ തഴുകിയിരുന്ന വയറിനെ അമർത്തിയൊന്ന് പിടിച്ചു. ഇച്ഛായ, വേദനിക്കുന്നു. കുറെ നേരമായി ശ്രദ്ധിക്കുന്നു. നീ ഏത് ലോകത്താ? അത് വേദനിക്കുന്നുണ്ടോ കേട്ടോ. മെല്ലെ പിടിക്കുക. ഞാൻ പറയാം. അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു, അന്ന് സാമംഗളിന് അങ്ങനെ ഒരു ആക്സിഡന്റ് നടന്നില്ലായിരുന്നെങ്കിലോ, ഞാൻ സ്കോളർഷിപ്പ് കിട്ടി മുംബൈയിലേക്ക് വന്നില്ലായിരുന്നെങ്കിലോ, എങ്ങനെയായിരിക്കും നമ്മുടെ ലൈഫൊക്കെ പോയിട്ടുണ്ടാവുക? ഇച്ചായനെ എപ്പോഴെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? വയറിങ്ങനെ അമർത്താതെ ചോദിച്ചതിന് ഉത്തരം പറ. സമ്മതിക്കില്ല. ചെയ്തിരുന്ന പ്രവൃത്തിയിൽ തടസ്സം വന്നതും അവനൊരു ഈർഷ്യയോടെ പറഞ്ഞുകൊണ്ട് രൂക്ഷമായി അവൻ അവളെ നോക്കിയതും. ഇങ്ങനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. എൻ്റെ മനസ്സിലൊരുത്തരമുണ്ട്. ഇച്ഛേൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞിട്ട് ഞാൻ പറയാം. അതിപ്പോ അന്ന് അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണെ ഉണ്ടാകില്ലായിരുന്നു. നിന്നെയല്ല, ഒരുത്തിയെയും ഈ ഹൃദയത്തിലേക്ക് കയറ്റാൻ ഞാൻ തയ്യാറാകുകയില്ല. ആദം പറഞ്ഞുകൊണ്ട് തന്നെ ജിയുടെ കഴുത്തിൽ ആഞ്ഞു കടിച്ചു. അപ്പൊ വേദനിക്കുന്നു. അപ്പൊ കുഞ്ഞിന് വേണമെന്ന് ആഗ്രഹിച്ച എന്തിനാ? കുഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇച്ചായൻ്റെ മമ്മിയോട് കണക്ക് ചോദിക്കുക? ജിയുടെ ചോദ്യത്തേക്കാൾ ശ്രദ്ധ ആദം അവളുടെ ശരീരത്തിനായിരുന്നു കൊടുത്തിരുന്നത്. അവൻ്റെ നാവ് അവളുടെ കഴുത്തിടുക്കിലും മാറിടങ്ങളിലും അലഞ്ഞു. എന്നാൽ അതിനു തടസ്സം എന്ന വിധം ജിയ ആദത്തിൻ്റെ പിൻമുടിയിൽ കുത്തിപ്പിടിച്ച് അവൻ്റെ മുഖം അവളിൽ നിന്നും അടർത്തി മാറ്റി. ഞാൻ ചോദിച്ചതിന് മറുപടി തായിച്ചായ, എന്നിട്ട് മതി ഇതൊക്കെ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. മൂടിയിലിരിക്കുമ്പോൾ അത് സ്പോയിൽ ചെയ്യാൻ അവളുടെ കുനിഷ്ഠ ചോദ്യം. ഞാനൊരു സരോഗേറ്റ് മദറിനെ അങ്ങ് കണ്ടെത്തിയേനെ. മതിയോ നിനക്ക്? അത് പറഞ്ഞ് അവൻ അല്പം ദേഷ്യത്തോടെ ജിയുടെ പിൻതലയിൽ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ടമർത്തി ഒരു വാശി കണക്കെ കീഴ്ചുണ്ടിനെ കടിച്ചു വലിച്ചു. അവൻ്റെ നാവ് അതിൻ്റെ ഇണയെ തേടി അവളുടെ വായ്ക്കുള്ളിൽ പ്രവേശിച്ചു. ദീർഘനേരത്തെ ചുംബനത്തിനൊപ്പം തന്നെ ആദത്തിൻ്റെ വിരലുകൾ ജിയുടെ മാറിടങ്ങളെ തഴുകിക്കൊണ്ടിരുന്നു. ശ്വാസം വിലങ്ങ് തടിയായി വന്നിട്ടും അവന് അവളെ അടർത്തി മാറ്റാനേ തോന്നിയില്ല. ഇരുവരും മറ്റേതോ ലോകത്തകപ്പെട്ടതുപോലെയായി. ചുംബനം നീളുന്നതിനോടൊപ്പം ആദത്തിൻ്റെ കൈകൾ ജിയുടെ മേലാട അവളിൽ നിന്നും അടർത്തി മാറ്റി. എന്നാൽ അത്രയും നേരം കണ്ണുമടച്ച് ചുംബിച്ചിരുന്ന ജിയ
സ്വബോധത്തിലേക്ക് എത്തിയതുപോലെ കണ്ണുകൾ വലിച്ചു തുറന്നു. അവൻ്റെ കൈകൾക്കുമേൽ അവളുടെ കൈകൾ ഒരു തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ജിയ ആദത്തിൽ നിന്നും മുഖമകറ്റി. അത്രയും നേരം അനുഭവിച്ചു കൊണ്ടിരുന്ന സുഖത്തിന് വിഘ്നം സംഭവിച്ചതും ആദം സംശയത്തോടെ ജിയയുടെ മുഖത്തേക്ക് നോക്കി. വേണ്ട, മതി, ആരെങ്കിലുമൊക്കെ കാണും. ഈ കുളപ്പടവിൽ ആരെങ്കിലും വന്നാലോ? മുറിയിൽ ചെന്നിട്ടാവാം ഇതൊക്കെ. ഒരു മയക്കത്തിൽ എന്ന പോലെ പറയുന്ന ജിയയുടെ ചുണ്ടിനെ അവൻ്റെ തള്ളവിരൽ തഴുകി. ഒട്ടും തന്നെ സമയം കളയരുതെന്ന് ആഗ്രഹിച്ച അവൻ ഉടനെ തന്നെ തൻ്റെ മടിയിലിരുന്ന ജിയയെ എടുത്തുയർത്തി. ജിയയെ ബ്രൈഡൽ സ്റ്റൈലിൽ എടുത്തുയർത്തിക്കൊണ്ട് ആദം മുറി ലക്ഷ്യമാക്കി നടന്നു. ആ സമയം തൻ്റെ കുഞ്ഞിനെയോ ജിയയുടെ മാതാപിതാക്കളെയോ പറ്റി അവൻ ചിന്തിച്ചിരുന്നതേയില്ല. അവൻ്റെ മനസ്സിലേക്ക് ജിയ എന്ന പെണ്ണുടലിനെ വീണ്ടും വീണ്ടും അറിയുവാനുള്ള ആഗ്രഹം തന്നെയായിരുന്നു. അവളുമായി മുറിയിലേക്ക് എത്തിയ ആദം തൻ്റെ കട്ടിലിലേക്ക് ജിയയെ കിടത്തി. തൻ്റെ മുറിയുടെ വാതിൽ പോലും അടയ്ക്കാൻ മറന്നുകൊണ്ടാണ് ആദം വളരെ ആഗ്രഹത്തോടെ ജിയയുടെ ദേഹത്തേക്ക് അമർന്നത്. ഈ ഭൂലോകം തന്നെ മറന്നുള്ള വന്യമായ ചുംബനത്തിനിടയ്ക്കാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ജിയയുടെ മാതാവ് ഐതമോളുമായി അകത്തേക്ക് കയറി വരുന്നത്. കരയുന്ന കുഞ്ഞിന്റെ ശബ്ദം കേട്ടതും ഇരുവരും പെട്ടെന്ന് തന്നെ അകന്നു മാറി. അയ്യോ മോളെ, ഞാൻ വിചാരിച്ചു, സോറി, പാല് കുടിക്കാനാണെന്ന് തോന്നുന്നു. കുറേ നേരമായി കുഞ്ഞ് കരച്ചിൽ. അപ്പോൾ ഞാൻ വാതിൽ തുറന്നു കിടക്കുന്ന കണ്ടപ്പോൾ വിചാരിച്ചു അടമുനകത്തില്ലായിരുന്നെന്ന്. സോറി കേട്ടോ മോളെ, എന്നാ കുഞ്ഞിനെ പിടിക്കേ. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ചാള്യതയോടെ ജിയുടെ മാതാവ് കുഞ്ഞിനെ ജിയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകുന്നു. തലചൊറിഞ്ഞ് എളിപ്യതയോടെ ആദമും അവിടെ തന്നെ നിന്നു. അത് നോക്കി നിന്ന് ജിയ, കഷ്ടമുണ്ട് കേട്ടോ, ഇങ്ങനെ ആവരുത് മനുഷ്യൻ, ഞാൻ നാണം കെട്ടില്ലേ ഇപ്പോൾ. ജിയുടെ വാക്കുകൾ കേട്ടതും സംശയത്തോടെ ഒരു പുരികം ഉയർത്തിക്കൊണ്ട് ആദം ജിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. പറയുന്ന കേട്ടാത്തൊന്നും നിനക്കെന്തോ താല്പര്യമില്ലാത്തതുപോലെ. ഞാനൊന്ന് കിസ് ചെയ്തപ്പോഴേക്കും നീയാണല്ലോ ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്തത്. അയ്യോ, ഈ മനുഷ്യനോട് പറഞ്ഞു ചെയ്യാൻ എന്നെ കൊണ്ട് വയ്യ. പുറത്തേക്ക് പോ, ഞാൻ കുഞ്ഞിന് പാല് കൊടുക്കട്ടെ. എക്സ്ക്യൂസ് മീ, ഇത്രയും നേരം എൻ്റെ കൈ അവിടെ തന്നെ ആയിരുന്നു. അപ്പം നിനക്ക് തോന്നിയില്ലേ ഈ നാണമൊന്നും? മര്യാദക്ക് പാല് കൊടുക്കടി. പറഞ്ഞുകൊണ്ട് ആദം കട്ടിലിലേക്ക് ഇരിക്കുവാൻ തുനിയവേ ടേബിളിലിരുന്ന ഫോൺ ബെല്ലടിച്ചതും കൈയെത്തിച്ച് ജിയ അതെടുത്തുകൊണ്ട് ആദത്തിന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ആര്യനയച്ചായ, എന്താ ഇവൻ ഈ നേരത്ത്? അവിടെ ഇപ്പോൾ രാത്രിയില്ലേ? മനസ്സിലായില്ലല്ലേ? ആര്യനും നമ്മുടെ ആരീസും ഫോറിൻ രാജ്യത്ത് ഹണിമൂൺ ആഘോഷിക്കാൻ പോയിരിക്കുമല്ലേ? അവിടെ ഇപ്പോൾ രാത്രിയാ, അതിനെക്കുറിച്ചാണ് ജിയ പറഞ്ഞത്. അപ്പോൾ വീണ്ടും കണ്ടിന്യൂ. ആദം ഒരു പുഞ്ചിരിയോടുകൂടി ഫോൺ ചെവിയിലേക്ക് വെച്ചുകൊണ്ട്, പറ. സാറിനെ ഡിസ്റ്റർബ് ചെയ്തെങ്കിൽ സോറി. എന്നെ കൊച്ചാപ്പം വിളിച്ചായിരുന്നു. ഫ്രസ്ട്രേഷൻ കൂടിയിട്ടാണെന്ന് തോന്നുന്നു. എന്നെ ഒരുപാട് തെറി വിളിച്ചു. നമ്മളെ മുംബൈയിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഒരു 8ന്റെ പണി തന്നെ കരുതി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെല്ലാൻ കഴിഞ്ഞാൽ അത്രയും സന്തോഷമെന്ന്. എന്ത് തീരുമാനിച്ചാലും എന്നെ കൂടി ഒന്ന് അറിയിക്കണേന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ഉടനെ ഒന്നും ചെല്ലുന്നില്ല എന്ന് ഇനി വിളിക്കുമ്പോൾ നീ അങ്ങ് പറഞ്ഞേക്ക്. ആര്യന്റെ വാക്കുകൾക്ക് ചുട്ട മറുപടി എന്ന് കണക്കി കൊടുത്തുകൊണ്ട് ആദം ഫോൺ കട്ട് ചെയ്ത് ബാൽക്കണി വഴി പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കിയിരുന്നു. അങ്ങനെ നമ്മുടെ വിശ്വവിഖ്യാതമായ സാത്താൻ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു അൻസിബ, ഇങ്ങനൊരു ത്രെഡ് തന്നതിന്. സ്റ്റോറി ഞാൻ ഡെവലപ്പ് ചെയ്താണെങ്കിലും ഇങ്ങനൊരു ആശയം കൊണ്ടുവന്ന് എനിക്ക് പറഞ്ഞു തന്നതിന് ഒരുപാട് താങ്ക്സ്. നമ്മുടെ ഇക്കായുടെ സ്റ്റോറിയിൽ നിന്ന് കുറേ റൊമാൻസ് മോഷ്ടിച്ച് ഞാൻ എഴുതിയൊക്കെ വെച്ചതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, അൺഫോർച്ചുനേറ്റ്ലി എനിക്കതൊന്നും ഡബ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതൊക്കെ ഡബ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. എന്ത് ചെയ്യാനാ? വീട്ടിൽ മമ്മിയും പപ്പയൊക്കെ ഉള്ളത് കൊണ്ട് അവരെങ്ങാനും കേട്ട് കഴിഞ്ഞാൽ ഉള്ള മരുന്നൊക്കെ അടിച്ച് എനിക്ക് കാമഭ്രാന്ത് മൂത്തിരിക്കുവാണെന്ന് എൻ്റെ വീട്ടുകാർ പറഞ്ഞു കളയും. അതുകൊണ്ട് അതൊന്നും ഞാൻ ഡബ് ചെയ്യാനേ നിന്നില്ല. എൻ്റെ മനസ്സിൽ നിന്ന് പോലും പുറത്തേക്ക് ഞാൻ അത് എടുത്തില്ല. എനിക്കറിയാം ഒരുപാട് ആഗ്രഹിക്കുന്നവരുണ്ടാകും ഈ കൂട്ടത്തിൽ. അവരോടൊക്കെ ഞാൻ മാപ്പ് അപേക്ഷിച്ചു കൊള്ളുന്നു. പിന്നെ എൻ്റെ സ്റ്റോറി കേട്ടവർക്കും എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും ഒരുപാട് താങ്ക്സ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വഴിക്കേ വരുന്നില്ല. സാത്താൻ സീസൺ 2 ഇറങ്ങാനുള്ള സാധ്യത ചിലപ്പോൾ ഉണ്ടാകും, ഇല്ല എന്ന് വെച്ചാൽ ഇറക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഇറക്കുവാണെങ്കിൽ എന്തായാലും നായകനായിരിക്കണമല്ലോ. അങ്ങനെ എനിക്ക് ചിന്തിച്ച്
തല പുകച്ച് ചിന്തിച്ചിട്ട് പോലും വി ഏതൊക്കെ വഴിയിൽ നിന്ന് വരുമെന്ന് എനിക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സാത്താൻ സീസൺ 2 ഇറങ്ങുന്നത് ചിലപ്പോൾ വേറെ സ്റ്റോറി ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സ്റ്റോറിയുടെ ബാക്കി തന്നെ ആയിരിക്കും. പക്ഷേ ഈ സ്റ്റോറിയുടെ ബാക്കി ഇറക്കണമെങ്കിൽ നമ്മുടെ നായിക വേണമെങ്കിൽ നമ്മുടെ ഐതമോൾ ആയിക്കോട്ടെ. പക്ഷേ ഐതമോൾക്ക് പേരായിട്ട് നമ്മുടെ വി തന്നെ വേണ്ടേ? അപ്പോൾ വീനെ എവിടെ നിന്ന് ഞാൻ കൊണ്ടുവരും? ഐതമോളുടെ അപ്പനായി പോയി വി, പിന്നെ എങ്ങനെ ഐതമോളുടെ നായകനാകും വി? അതെനിക്ക് ഇതുവരെ ചിന്തിച്ചിട്ട് കിട്ടുന്നില്ല. സോ ഞാൻ വേറെ സ്റ്റോറി ആയിട്ട് ഇറക്കിക്കോളാം സാത്താൻ 2. അപ്പോഴും എല്ലാവരും സദാചാരം പറഞ്ഞോണ്ട് വരരുത്, വന്നു കഴിഞ്ഞാൽ കണ്ടാമടി ഓടിക്കും എല്ലാത്തിനെയും. അപ്പോൾ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്നെ സഹിച്ച എല്ലാവർക്കും കമ്മിറ്റി അംഗങ്ങൾക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ ബെല്ലോടുകൂടി ഈ നാടകം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത നാടകത്തിന് എത്രയും പെട്ടെന്ന് ബെല്ലടിക്കാൻ ശ്രമിക്കാം. See you.